അയ്യേ അച്ചായി അരിക്കോട്ടെ പേസ്റ്റ് തിന്നുന്നു. നീ തിന്നോടാ, അവസാനം നിന്റെ അമ്മയെ പോലെ കറുത്തു വരും. പേസ്റ്റ് തിന്നാ കറക്കും, പക്ഷെ ഉമിക്കരി തിന്നാ വെളുക്കും. രണ്ടും തിന്നില്ലെങ്കിലോ? അപ്പൊ രണ്ടും തിന്നില്ലെങ്കിലോ? രണ്ടും തിന്നില്ലെങ്കിൽ അച്ഛന്റെ മോൻ വീട്ടും എടുക്കണോ കേട്ടോ. ആരാ കൊട്ടൻ ചുക്കാതെയാണോ? ഒരു ഇത്തിരി ഇങ്ങോട്ട് ഒഴിച്ചേ. മുത്തശ്ശി ഇത് വെളിച്ചെണ്ണയാണ്. കൊട്ടൻ ചുക്കാതി തീർന്നിട്ട് എത്ര ദിവസമായി എന്നറിയോ? നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു വിചാരവും ഇല്ല. ചത്ത് കിട്ടിയാ മതി. മുത്തശ്ശി മറന്നിട്ടല്ലേ? എന്തോ നാളെ മുത്തശ്ശിയുടെ എണ്ണ വാങ്ങിക്കുന്ന കാര്യം നീ എന്നെ ഓർപ്പിക്കണം കേട്ടോ. ഇവളാ? നീ ഓർക്കണില്ല, പിന്നെ ഇവള്. മുത്തശ്ശി ഞാൻ ഏറ്റു. നിദ്രയും വന്നിതുദയ ശൈലോപരി വിസ്തൃതം വന്നിതു പിന്നെയും ഭാസ്കരൻ. യുദ്ധം അതിഭ്രമമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതുമറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ. നേത്രേന്ദ്രിയം കൊണ്ടു കണ്ട് അങ്ങനെ ശ്രീധരനും പോയി. വല്ലാത്തൊരു വിധിയാണ് കേട്ടോ അയാളുടെ. 24 കൊല്ലം തൊടല്ലേ. മരിച്ചിട്ട് സമാധാനം ഉണ്ടായോ? വെട്ടിക്കീറേണ്ടി വന്നില്ലേ? ഇനിയിപ്പോ ഈ തലമുറയില് ബാലനും ആ ചെക്കനും അല്ലേ ഉള്ളൂ ആൺകുട്ടികളായിട്ട്. അടുത്തത് ആർക്കാണാവോ? വെറുതെ വേണ്ടാതിനാ പറയാറ്. വേണ്ടാതിനൊന്നുമല്ല, അങ്ങനെ പെട്ടെന്ന് പൊറുക്കണ ആളല്ല. ദാരികന്റെ തലയിറത്തിട്ട് മടങ്ങിയോ കോപം? എന്നിട്ടൊടുവിൽ അച്ഛൻ തന്നെ ഒന്ന് മാർഗമധ്യ കിടക്കേണ്ടി വന്നു. അറിയാതെ അച്ഛന്റെ ശിരസി ചവിട്ടിയപ്പോഴാ ഒന്ന് അടങ്ങിയത്. ആ നോക്കിക്കോ, ഉടനെ പ്രത്യക്ഷം കാണിക്കും. മോഹം കലർന്നു ഹിന്ദുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേഡിതം കലർന്നീടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, ജന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ബാലട്ട, ചെന്നെന്തെങ്കിലും കഴിക്കേ. ഗോപി, ശ്രീധരമാമ ഇപ്പൊ മരിക്കില്ലായിരുന്നു. ഞാനാ കാരണം. മുറി തുറന്നു കൊടുത്തപ്പോ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ശ്രീധരമാമ മാത്രമല്ല, എല്ലാരും കുറെ കൂടി നേരത്തെ വേണ്ടിയിരുന്നു. ആ ശാപത്തിന്റെ കണ്ണി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നല്ലേ നിനക്ക് പോകേണ്ടത്? അതെ, പോണെങ്കിൽ രാത്രി വണ്ടിക്ക് പോണം. പോണം, അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. വാ. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. വരൂ, വല്ലതും കഴിച്ചിട്ട് കിടക്കാം. അവൻ പോയതിൽ ആശ്വസിക്കാൻ നമുക്ക്. അറിയിക്കണ്ടല്ലോ. ഇനിയിപ്പോ ബാലന്റെയും ഗോപിയുടെയും കാര്യം ഓർക്കുമ്പോഴാ. ദേവി ഒന്നും വരുത്തില്ല. ഗോപിനാഥൻ പോയോ? പോയി. ഭഗവതി അവന് നല്ലത് വരുത്തണേ.
ബാലേട്ടാ 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 ബാല അത് നോക്ക് മോളെ. ഇന്ദു എന്താ മോളെ? ബാല മോനെ മോനെ ബാല ചേട്ടാ മോനെ ബാല നിനക്ക് എന്ത് പറ്റി ബാല? വെള്ളം. സ്വപ്നം കണ്ടതാ. അമ്മേ മഹാകാളി, എന്റെ മോനെ ചതിച്ചോ? ഇനി അടങ്ങാറായില്ലേ നിന്റെ കോപം? എന്റെ പൊന്നു മോനെ ഛെ, ബാല. എന്താ അമ്മ ഇത്? എന്തിനാ കരഞ്ഞ് വെള്ളം ഉണ്ടാക്കുന്നേ? എനിക്കൊന്നുമില്ല. ചേട്ടാ, ഈ പൂജയും വഴിപാടും ഒക്കെ കഴിച്ചിട്ട് ഒരു ഫലവും ഉണ്ടായില്ലല്ലോ എനിക്കൊന്നുമില്ലെന്നേ. മോനെ. അമ്മ എനിക്കൊന്നുമില്ല. ഞാനൊരു സ്വപ്നം കണ്ടതല്ലേ. ചേട്ടാ, എന്റെ മോൻ. എല്ലാരും പുറത്തേക്ക് കടന്നു നിൽക്ക. ആ വരാ വരാ. എന്ത് പേടിച്ചു പോയോ? ഞാൻ ശ്രീധരമാമൻ സ്വപ്നം കണ്ടതല്ലേ. കരയാതെ. മോള് പേടിച്ചു പോയോ? അച്ഛനൊന്നുമില്ല കേട്ടോ. കരയാതെ എന്തു? നീ ഇങ്ങനെ ബഹളം വെച്ചാലോ അവന് വിഷമം തോന്നില്ലേ? അവനൊന്നും വരുത്തില്ല ദേവി. ശ്രീധരനോട് കൂടി കഴിഞ്ഞു എന്നാണല്ലോ അന്ന് പ്രശ്നത്തിൽ പറഞ്ഞിരുന്നത്. നീ സമാധാനിക്ക്. ഒന്നുകൂടെ നോക്കാം. അമ്മ ചതിക്കില്ല. ശ്രീധരന് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ തുടക്കം. നിങ്ങൾക്കൊന്നും മിണ്ടാണ്ടിരിക്കാവോ? ഞാൻ മിണ്ടുന്നില്ല. എന്റെ വാക്കിന് നിങ്ങൾക്ക് ആർക്കും വരില്ല. പിന്നെ എങ്ങനെയാ തീരുന്നത് ശാപം? പണിക്കരോടൊന്ന് വരാൻ പറയാം. എന്താ